യാങ്കി സയനിസ്റ്റ് സഖ്യം ഇറാനെതിരെ ആരംഭിച്ച നിലവിലെ യുദ്ധം ബാധിച്ചിരിക്കുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ മാത്രമാണോ? അല്ല എന്നതാണ് ഉത്തരം. ബുദ്ധിജീവിയും കോളേജ് അധ്യാപകനുമായ ടി ശ്രീകുമാറിന്റെ വാക്കുകൾ കടമെടുത്താൽ അമേരിക്കൻ സാമ്രാജ്യത്വം അഴിച്ചുവിട്ട ഈ അനധികൃത യുദ്ധം ഒരർത്ഥത്തിൽ കേരളത്തിനെതിരെയുള്ള യുദ്ധം കൂടിയാണ്. അതെ, ഭൗമപരമായി ആയിരക്കണക്കിന് കിലോമീറ്ററുകളുടെ വ്യത്യാസമുണ്ടെങ്കിലും പശ്ചിമേഷ്യ എന്നും മലയാളിക്ക് അവരുടെ അയൽപ്പക്കമാണ്. തങ്ങളുടെ ജീവിതത്തെ കരുപിടിപ്പിക്കാൻ അവസരങ്ങളുടെ പറുദീസയൊരുക്കിയ നാട്. ആ മേഖലയാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് യുദ്ധത്തിലേക്ക് വലിച്ചിട്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് കേരളത്തെ ബാധിക്കുക? പരിശോധിക്കാം. സ്വാഗതം ഇൻഡപ്തിലേക്ക്. ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം മാറ്റി നിർത്തിക്കൊണ്ടൊരു കേരള ചരിത്ര വായന അസാധ്യമാണ്. അത്രമാത്രം കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ് കേരളവും ഗൾഫ് രാജ്യങ്ങളുമായുള്ള സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക ബന്ധം. നിലവിൽ പശ്ചിമേഷ്യയിൽ പതിക്കുന്ന ഓരോ മിസൈലുകളുടെയും അനുരണനങ്ങൾ അതുകൊണ്ട് തന്നെ മിക്ക മലയാളികളുടെയും വീടകങ്ങളിൽ കൂടിയാണ് പ്രതിഫലിക്കുന്നത്. കഴിഞ്ഞ 5 ദശാബ്ദത്തിൽ ഏറെയായി കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ പ്രധാന സ്രോതസ്സുകളിൽ ഒന്നാണ് പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണം, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പണം. 1970കളുടെ പകുതിയോടെയാണ് കേരളത്തിൽ നിന്നുള്ള ഗൾഫ് കുടിയേറ്റം ആരംഭിക്കുന്നത്. മെച്ചപ്പെട്ടൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ആരംഭിച്ച ആ യാത്രകൾ പതിയെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നെടുംതൂണായി മാറി. തൊഴിൽ വിപണി, ഉപഭോഗ സംസ്കാരം, ഭക്ഷണ രീതിയിലടക്കം വലിയ സ്വാധീനമാണ് ഗൾഫ് രാജ്യങ്ങൾ ഉണ്ടാക്കിയത്. തൊഴിലില്ലായ്മ കുറയ്ക്കുന്നതിനും ദാരിദ്ര്യ ലഘൂകരണത്തിനും കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും ഗൾഫ് പണമായിരുന്നു പ്രധാന ഘടകങ്ങളിലൊന്ന്. 2023 കേരള മൈഗ്രേഷൻ സർവേ പ്രകാരം തൊഴിലിനും മറ്റുമായി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന മലയാളികളിൽ ഏകദേശം 80.5% പേരും ഗൾഫ് രാജ്യങ്ങളിലാണ്. നിർമ്മാണം, ആരോഗ്യരംഗം, തുറമുഖം, റീറ്റെയിൽ വ്യാപാരം, ഗൃഹസേവനം, എണ്ണ വ്യവസായം, അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലെ നിരവധി തൊഴിൽ മേഖലകളിൽ മലയാളികളുടെ വർദ്ധിച്ച പങ്കാളിത്തം കാണാനാകും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 2025 മെയ് മാസത്തിലെ ബുള്ളറ്റിൻ പ്രകാരം രാജ്യത്തെ മൊത്തം റെമിറ്റൻസിന്റെ 19.7% എത്തുന്നത് കേരളത്തിലേക്കാണ്. അതായത് ഏകദേശം 2 ലക്ഷം കോടി രൂപ. ഇതിൽ ഗൾഫ് രാജ്യങ്ങളുടെ പങ്ക് കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും ഇപ്പോഴും നല്ലൊരു ശതമാനവും UAE, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് എത്തുന്നത്. മലയാളിയുടെ സാമ്പത്തിക ജീവിതത്തിന് ഗൾഫ് രാജ്യങ്ങൾ എത്രമാത്രം പ്രധാനമാണ് എന്ന് വ്യക്തമാക്കാനാണ് ഇത്രയെങ്കിലും കണക്കുകൾ വിശദീകരിച്ചത്. അങ്ങനെയിരിക്കെയാണ് തീർത്തും സ്വാർത്ഥമായ സാമ്രാജ്യത്വ മോഹങ്ങളിലൂന്നി അമേരിക്കയും ഇസ്രായേലും പശ്ചിമേഷ്യയെ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിട്ടിരിക്കുന്നത്. ഗൾഫിൽ യുദ്ധമുണ്ടാകുന്നത് എണ്ണവില വർദ്ധിക്കാനും വ്യാപാര പാതകൾ തടസ്സപ്പെടുന്നതിനും കാരണമാകും. ഇത് ജീവിത ചെലവ് വൻതോതിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ പ്രതിഭാസം ലോകത്തെയാകെ ബാധിക്കുമെങ്കിലും കേരളത്തിന് ഗൾഫിൽ യുദ്ധമുണ്ടാകുന്നത് ഇരട്ടി പ്രഹരമാകും. കാരണം നേരത്തെ പറഞ്ഞ സാമ്പത്തിക ആശ്രിതത്വം തന്നെയാണ്. വിലക്കയറ്റം ഉണ്ടാകുന്ന സമയത്ത് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ നഷ്ടം സംഭവിക്കുക കൂടി ചെയ്താൽ അത് മലയാളി കുടുംബങ്ങൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരിക്കും. 1990-91 ഗൾഫ് യുദ്ധകാലത്തുണ്ടായതുപോലെ അപ്രതീക്ഷിതമായി ആയിരക്കണക്കിന് ആളുകൾ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരാനുള്ള സാഹചര്യം ഉണ്ടായേക്കാമെന്നാണ് ടി ശ്രീകുമാർ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെയുണ്ടായാൽ തൊഴിൽ രഹിതത്വം, പുനഃസ്ഥാപന പ്രശ്നങ്ങൾ, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളിലെ സമ്മർദ്ദം ഇവയെല്ലാം കേരളം കൂടുതലായി നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം കേരളത്തിലെ കയറ്റുമതി മേഖലയ്ക്കും കനത്ത തിരിച്ചടി സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഇവിടെ നിന്നുള്ള പഴം, പച്ചക്കറികളുടെ പ്രധാന വിപണിയാണ് ഗൾഫ് രാജ്യങ്ങൾ. യുദ്ധം കാരണം കേരളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയതോടെ സൗദി, ഖത്തർ, UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ചരക്കു കയറ്റുമതി നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ-ഡിസംബർ കാലയളവിൽ UAEയിലേക്ക് മാത്രം 1806.82 കോടി രൂപയുടെ പഴം, പച്ചക്കറികളായിരുന്നു കയറ്റുമതി ചെയ്തത്. റമളാൻ മാസമായതിനാൽ അതിൽ ഇനിയും വർധനമുണ്ടാകുമെന്നിരിക്കെയാണ് കയറ്റുമതി തന്നെ പ്രതിസന്ധിയിലാകുന്നത്. അധിക ദിവസം വെച്ചാൽ ചീത്തയാകുമെന്നതിനാൽ കനത്ത നഷ്ടമാണ് കേരളത്തിലെ കയറ്റുമതി മേഖലയ്ക്ക് ഉണ്ടായിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ.